കളിയാക്കുന്നതും പരിഹസിക്കുന്നതും വിഡ്ഢികളുടെ സ്വഭാവമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത്തരക്കാരിൽ ഉൾപ്പെടുന്നതിനെ തൊട്ട് മഹാനായ മൂസ അലൈഹിസ്സലാം കാവൽ തേടിയതായും ഖുർആനിൽ കാണാം. ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു അറബി വാചകം വായിച്ചപ്പോൾ ഉണ്ടായ ചെറിയൊരു പ്രയാസത്തെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ പലരും ഇടുന്നത് കണ്ടപ്പോൾ വേദനയോടുകൂടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരാളെയും ഈ വിധത്തിൽ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യാൻ പാടുള്ളതല്ല. ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങളോട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുടെ ചെയ്തിയാണിതെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ ഏതാനും പോസ്റ്റുകൾ വന്നതിൻ്റെ ശേഷം ഇപ്പോഴിതാ അമ്പലക്കടവ് ഫൈസി ഒരു കവിത പാടിയതും ആളുകൾ ട്രോളുകയാണ്. കവിത പാടിയപ്പോൾ ഉണ്ടായ ഒരു പ്രയാസത്തെ പ്രത്യേകം എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പക്ഷക്കാർ അമ്പലക്കടവിന്റെ പക്ഷക്കാർക്ക് മറുപടി എന്നോണം കൊടുക്കുന്നതാണ് ആ വീഡിയോ എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഏതായാലും ഈ പാർട്ടിയും ഗ്രൂപ്പും തിരിഞ്ഞ് അല്ലെങ്കിൽ ഉള്ളിലുള്ള ആഭ്യന്തര കലഹങ്ങൾ ഈ വിധത്തിൽ പരിഹാസത്തിലേക്കും കളിയാക്കുന്നതിലേക്കും എത്തിച്ചേരുന്നത് ഒരിക്കലും ആശാവഹമല്ല. അത് ബുദ്ധിമാന്മാരുടെ അടയാളവുമല്ല. വിഡ്ഢികളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നാണ് ഖുർആൻ പറയുന്നത്. ആരെയും പരിഹസിക്കുന്നതും കളിയാക്കുന്നതും കടുത്ത നിഷിദ്ധമായ കുറ്റകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് പണ്ഡിതന്മാരെയും അഹ്ലുൽ ബൈത്തിൽപ്പെട്ട നബി കുടുംബത്തിൽപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളെയും കളിയാക്കുന്നതും പരിഹസിക്കുന്നതും മറ്റാരെയും ചെയ്യുന്നതിനേക്കാൾ ഗൗരവതരമായിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. വായനയിൽ വരുന്ന പ്രയാസങ്ങൾ അത് നാവിൻ്റെ കുരുക്കാണ്. മഹാനായ മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ഖുർആൻ പറയുന്നുണ്ട്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പടച്ചവനെ, കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന നാവിൻ്റെ വിക്ക്, പ്രയാസം, വാക്കുകൾ പറയുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, അത് നീ എനിക്ക് അഴിച്ചു തരണമേ. ആ നാവിൻ്റെ കെട്ട് നീ അഴിക്കണേ. സുഗമമായി വളരെ വാചാലമായി സംസാരിക്കുവാനുള്ള കഴിവ്, ഒഴുക്കിൽ സംസാരിക്കാനുള്ള, ആളുകൾക്ക് ഗ്രാഹ്യമാകുന്ന വിധം സംസാരിക്കുവാനുള്ള കഴിവ് നീ എനിക്ക് തരണേ. എൻ്റെ മനസ്സ് നീ വിശാലമാക്കി തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂസ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന ഖുർആനിൽ കാണാം. അപ്പോൾ നാവിൽ ചിലപ്പോൾ ചില വാക്കുകൾ വായിക്കുമ്പോഴും പറയുമ്പോഴുമൊക്കെ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പോലും ഈ തപ്പിപ്പിടിക്കലും അതുപോലെ വാക്കുകളിലെ ഒരു കെട്ടിക്കുടുക്കുകളുമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കവിത ചൊല്ലിയ അമ്പലക്കടവിനും ഉണ്ടാവാം. അറബി വായന വായിച്ച ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ഇനി ഏതൊരാൾക്കും സംഭവിക്കാം. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ശരി, സംഭവിക്കാം. അതെല്ലാം എടുത്ത് ആ വ്യക്തികളോടുള്ള വിരോധം തീർക്കാൻ ഇത്തരത്തിൽ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും വിശുദ്ധ ഇസ്ലാമിൻ്റെ നയങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതാണ്, ഖുർആനിന് വിരുദ്ധമാണ്. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക.